ലോകം ഉറ്റുനോക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചെടുക്കുന്ന അതീവ ഗൗരവകരമായ ഒരു വാർത്തയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവന ഭീഷണി എന്നത് പുതിയൊരു കാര്യമല്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇറാൻ സ്റ്റേറ്റ് ചാനലിലൂടെ ട്രംപിനെതിരെ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് വെറും ഒരു ഭീഷണിയല്ല, കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇത്തവണ ബുള്ളറ്റിന് ഉന്നം തെറ്റില്ല. അതെ, ഇതാണ് അവർ ഉപയോഗിച്ച വാക്കുകൾ. എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്? എന്താണ് ഈ ഭീഷണിയുടെ ഉള്ളടക്കം? നമുക്ക് പരിശോധിക്കാം. അടുത്തിടെ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ഒരു സന്ദേശമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരിക്കുന്നത്. ട്രംപിനെ വധിക്കുമെന്ന് വളരെ വ്യക്തമായ ഭാഷയിലാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് ട്രംപിനെതിരെ വധശ്രമങ്ങൾ ഉണ്ടായപ്പോൾ തലനാരിഴക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. എന്നാൽ ഇത്തവണ അങ്ങനെയൊരു ഭാഗ്യം ട്രംപിൽ ഉണ്ടാകില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇത്തവണ ബുള്ളറ്റിന് ഉന്നം തെറ്റില്ല എന്ന അവരുടെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് ട്രംപിന്റെ സുരക്ഷാ വീഴ്ചകളിലേക്കും ഇറാന്റെ പ്രതികാരത്തിനായുള്ള ദാഹത്തിലേക്കുമാണ്. വെറും ഒരു ഭീഷണിക്കപ്പുറം ട്രംപിനെ രാഷ്ട്രീയമായി മാത്രമല്ല, ശാരീരികമായി തന്നെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ പറയാതെ പറയുന്നു. ഈ പകയ്ക്ക് പിന്നിൽ വലിയ ചരിത്രമുണ്ട്. 2020 ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ കാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അന്നു മുതൽ ഇറാൻ പ്രതിജ്ഞ എടുത്താണ് ഇതിന് പകരം വീട്ടുമെന്ന്. സുലൈമാനിയുടെ വധത്തിന് ശേഷം ഇറാൻ പലതവണ ട്രംപിനെതിരെ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന മുന്നറിയിപ്പ് അതീവ ഗൗരവമുള്ളതാണ്. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തടയുക എന്നതിലുപരി പഴയ കണക്കുകൾ തീർക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നമ്മൾ തന്ന പോയിന്റുകൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭീഷണിയാണ് ട്രംപിനെ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിച്ച പ്രധാന കാരണം. സാധാരണയായി തുറന്ന വേദിയിൽ റാലികൾ നടത്താനും ജനങ്ങളെ ആവേശത്തിലാക്കാനും ഇഷ്ടപ്പെടുന്ന ആളാണ് ട്രംപ്. എന്നാൽ ഇറാന്റെ ഈ കൃത്യമായ മുന്നറിയിപ്പ് വന്നതോടെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയിലാണ്. പല പൊതുപരിപാടികളിൽ മാറ്റങ്ങൾ വരുത്താനും ചിലയിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അദ്ദേഹം നിർബന്ധിതനായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം, മറുവശത്ത് എപ്പോൾ വേണമെങ്കിലും പാഞ്ഞെത്താവുന്ന ഒരു ബുള്ളറ്റ്. ഇത്തവണ ഉന്നം തെറ്റില്ല എന്ന വാചകം ട്രംപിന്റെ ക്യാമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഭയം ചെറുതല്ല. ഇതൊരു വ്യക്തിക്കെതിരായ ഭീഷണി മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം പരസ്യമായി വധിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ്. ഇറാൻ അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രംപിനെ നിരീക്ഷിക്കുന്നുണ്ടാകാം. അമേരിക്കൻ സീക്രട്ട് സർവീസിന് ഇതൊരു വലിയ തലവേദനയാണ്. ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാം. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. രാഷ്ട്രീയ എതിരാളികളെയല്ല, മറിച്ച് ജീവനെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇറാന്റെ ഭീഷണി ഭയന്ന് ട്രംപ് പ്രചാരണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമോ, അതോ കൂടുതൽ ശക്തമായി തിരിച്ചു വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.